ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനത്തെ മാനസ കൃഷും കൺമണിയും എങ്ങോട്ടാണ് പോയതെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കാട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സ് പറയുന്നുണ്ട്, എന്തായാലും ഫോൺ ചെയ്തിട്ട് തന്നെ സംസാരിക്കാട്ടോ ചെയ്യുന്നത്. കൺമണി കുറച്ച് ദിവസം ഓഫീസിൽ ലീവാണെന്ന് പറയാനുള്ള കാരണം ദേവ്ജി എന്തായാലും അവളെയും അതുപോലെ കൃഷ്ണനെ അവിടുന്ന് മാറ്റിയിരിക്കുകയാണ്, ഈ പ്രശ്നത്തിലൊന്നും ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമുണ്ട്, ഇത് അറിയുന്ന ഒരാൾ കൂടിയുണ്ട് ദേവ്ജി അല്ലാണ്ട്, അത് മഹിയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹിയെ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ പുതിയൊരു നമ്മുടെ ഡിസൈനറാണല്ലോ അവിടെ വന്നിട്ടുള്ളത്. അവൾ എന്തായാലും മഹിയൊന്ന് തഞ്ചത്തിൽ മയപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ മഹി അറിയാതെ തന്നെ അവനെ ചെന്നൊന്ന് മുട്ടുന്നുണ്ട്. അപ്പോഴത്തേനും സാറ് എന്തൊരു ശക്തിയാണ്, സാർ ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹിക്ക് നല്ല സന്തോഷമാവാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം തന്നെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ ഒരു പുകഴ്ത്തി പറയുക ഒരു പെൺകുട്ടി ചെയ്യുമ്പോൾ മഹി ഒന്ന് വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയെങ്കിലും കൺമണിയും കൃഷും എവിടെയാണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം കൂടിയാണ് കേട്ടോ. പക്ഷെ മഹിയുണ്ടോ അവരെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും പുറത്ത് വിടില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാഗറിനെയും അതുപോലെ തന്നെ സുജുവിനെയും അങ്ങനെ എല്ലാവരെയാണ് കേട്ടോ, ആൻറ്റിമ്മേനെയൊക്കെ. പക്ഷെ ആൻറ്റിമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ പുറകിൽ ആ ദേവ്ജിയാണ്. ഇപ്പോൾ കൺമണിയും കൃഷ്ണനെയും അവിടെ കാണുന്നില്ല. ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് അയാൾ എങ്ങോട്ടോ അയച്ചിരിക്കുകയാണ്. അയാളൊരു ചതിയനെ പോലെയല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്. നിന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അയാളെ തിരിച്ചു നീ, എന്നിട്ട് ഇപ്പം എന്തായി അനിയൻകുട്ടാ, ഇതിനൊക്കെ കാരണം അയാൾ തന്നെയാണെന്നുള്ളതാണ് ആൻറ്റിയമ്മ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും സാഗറിൻ്റെ മനസ്സിൽ ഒരു ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് കൃഷ്ണയും അതുപോലെ കൺമണിയായിട്ടോ കാണിക്കുന്നത്. കാരണം അവരാണെങ്കിൽ ഒരു ദൂരെയുള്ളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. ദേവിജി എവിടെയാണ് അവരോട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അവർ ദീർഘശ്വാസം വിടുന്നത് പോലെയാണ്. അവർക്കൊരു സമാധാനമായി. ഇനി കൺമണിയും കൃഷും അവിടെ തനിച്ചാണ്. അവരുടെ നല്ല മനോഹരമായ നിമിഷങ്ങളാണ് കേട്ടോ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇതിനും കാണിച്ചുകൊണ്ട് പ്രമോ കഴിയുന്നത് നാളെ എപ്പിസോഡായിട്ട് കാണാം കേട്ടോ.